നമ്മള് വിചാരിക്കാതെ ഉള്ള ഒരു ഈ ഓണസദ്യന്റെ കോംബോ ആണല്ലോ. കിച്ചടി ഉണ്ടാവും, അവിയൽ ഉണ്ടാവും, പുളിശ്ശേരി ഉണ്ട്. അതേപോലത്തെ ഒരു യുണീക്ക് കോംബോ ആയിപ്പോയി. എന്തായാലും സാഹിബ് കണാരാട്ടാ, എന്താന്ന് വെച്ചാലേ നിങ്ങളെ രണ്ടാളെ പറ്റിയിട്ടും പറയുമ്പോൾ പ്രേക്ഷകർക്ക് രണ്ട് തലത്തിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ എന്താണ് സാഹിബിനെ കുറിച്ചിട്ടുള്ള പറയാനുണ്ടാകും? അതിനുമ്പ് ഞാനൊരു കാര്യം പറയാം. അതൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ ഈ പരിപാടിയിലേക്ക് വരാമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, ഞാനൊരാളെ പിരിക്കാൻ പോവാണ് ഒരു പരിപാടിയിലേക്ക്. ആരാ? ഭയങ്കര അടി കേട്ടോ അത്. ആരാണ്? അത് ഭയങ്കര ഹിറ്റായി പോയില്ലേ? സമദാനി സാഹിബിന്റെ ഇനിയുള്ള പ്രസംഗങ്ങൾക്ക് അത് ഉപയോഗിക്കാറില്ല. ഞാനിത് എത്രയോ കാലമായിട്ട് ഇരുന്നിട്ട് പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, അല്ല ഉമ്മക്കിത് കിട്ടാൻ പോവാണല്ലോ. അല്ല ഉമ്മക്കിത് കിട്ടുമല്ലോ ഇന്ന്. എന്താണ്? എന്ത് സ്വാതന്ത്ര്യടോ? ഇതൊക്കെ അതേപോലെ ഒപ്പിയെടുക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു സാധനം പ്രതീക്ഷിച്ചിട്ടോ? സാഹിബ് ഇതൊക്കെ പഠിച്ചു. ഈ സ്വാതന്ത്ര്യ സമരത്തെ പങ്കെടുക്കാതെ അതിൻ്റെ പേരിൽ ബോസ്റ്റ് ചെയ്യുന്ന, അതിൻ്റെ പേരിൽ അവകാശവാദം നടത്തുന്ന, വല്ലാതെ തള്ള എന്ന് നമ്മളൊന്ന് പറയുന്ന അപ്പോൾ അത് അങ്ങനെയുള്ളൊരു ക്യാരക്ടർ അവതരിപ്പിക്കുമ്പോൾ അയാളുടെ ആ ഒരു പ്രത്യേകതകളും അയാളുടെ ഭാവങ്ങളും അയാളുടെ അംഗപ്രത്യംഗ ഭാവങ്ങളും മാത്രമല്ല അയാളുടെ മനസ്സ്, അതൊരു പ്രത്യേക മനസ്സാണല്ലോ. ഒരിക്കലും നല്ലൊരു മനസ്സല്ലല്ലോ അത്. അത് കണാറിന്റെ മനസ്സാട്ടോ. അതെ, ഞാൻ കഥാപാത്രത്തെ കുറിച്ചാ പറയുന്നത്. അത് കഥാപാത്രം അതാണ് കലാകാരന്റെ മേൽവിലാസമാകുന്ന വളരെ അപൂർവം ചില സന്ദർഭങ്ങൾ. ചിലപ്പോൾ ചിലർക്ക് സിനിമയായിരിക്കും, അല്ല അത് അവതരിപ്പിച്ച ഏതെങ്കിലും ചിത്രമായിരിക്കും. പക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് കഥാപാത്രം തന്നെ വഹിക്കുക, കലാകാരനെ വഹിക്കുക. കോഴിക്കോടൻ മലയാളത്തിൻ്റെ സൗന്ദര്യം, അതിൻ്റെ രസനീയത, അതിൻ്റെ ഇമ്പം, അതിൻ്റെ ലാളിത്യം, അത് സംസാരിക്കുന്ന ആളുകളുടെ ഒരു കളങ്കരഹിതമായിട്ടുള്ള മനസ്സ്. സ്വാതന്ത്ര്യം ഒഴികെ അയാൾക്ക് കളങ്കരഹിത മനസ്സൊന്നുമില്ല. ലാലേട്ടൻ്റെ ആ ഒരു സ്റ്റേജിൽ സാഹിബ് ഒരു അമ്മമാരെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു. അമ്മേൻ്റെ അതൊക്കെ ഭയങ്കര അത് എനിക്ക് ഭയങ്കര ഇതായത്. കാരണം ഞാൻ ഒരു 2ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അമ്മ മരിച്ചു പോയതാണ്. അപ്പം നമുക്ക് 2ാം ക്ലാസ് പഠിക്കും. അപ്പോൾ ഓർമ്മയിൽ അമ്മ ഇല്ല. അപ്പം ആ ഒരു സമയത്തുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ അമ്മയൊന്നുള്ള ഒരു ഓണത്തിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. എൻ്റെ ഉമ്മ ഹരീഷ് അത്രയൊന്നും അല്ലെങ്കിലും ഞാൻ കോളേജ് പഠിക്കുമ്പോൾ വളരെ നേരത്തെ, ഉമ്മക്ക് അധികം പ്രായമൊന്നുമില്ലാതെ മരിച്ചു പോയതാണ്. നമ്മളെ മനസ്സിലൊന്നും ഇങ്ങനെ ഒരു ഉള്ളിലൊരു തേങ്ങൽ പോലെ ഉണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സംഗതി നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രാണൻ്റെ അടിയിലുണ്ടായിരിക്കണം. നിങ്ങളെ സ്റ്റൈൽ മൂപ്പര് കാണിച്ചു തന്നു. അപ്പോൾ ആ പ്രസംഗത്തിന്റെ ഒക്കെ ഒരു സ്റ്റൈൽ, നിങ്ങളെ തനി നാടൻ സ്റ്റൈൽ നമുക്ക് കണ്ടുനോക്കിയാലോ? സാഹിബിന്റെ പ്രസംഗം ഒന്നും കാണാറിന് കാരണം അങ്ങനത്തെ വാക്കുകളൊന്നും അവർക്ക് പ്രയോഗിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഈ കേരയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രി അത് നിങ്ങളെ വിളിച്ചു, എന്നെ വിളിച്ച് എന്ത് കാര്യത്തിന് എന്നോട് കേരളിന്റെ തലപ്പത്ത് നിൽക്കാൻ. എടോ കേരയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള റെയിൽ, കണാരൻ റെയിൽ. അതിനും ബ്രാൻഡ് എല്ലാ കേയും കണാരനാണ്. ഈ സാധനം ഇപ്പം എത്ര സമയം കൊണ്ടാണ് ഇവിടുന്ന് പിന്നെ കാസർഗോഡ് തിരുവനന്തപുരത്ത്? 3-3.5 മണിക്കൂറുണ്ട്. ഞാനിത് കാസർഗോഡ് ചെന്ന് ഇതിൻ്റെ ബേക്കറി തള്ളിക്കഴിഞ്ഞാൽ അത് 10 മിനിറ്റോട് തിരുവനന്തപുരത്ത്. ഇങ്ങനെ ഒരു സാധനം ഞങ്ങൾ. അപ്പോൾ മറ്റാൾ ചോദിക്കുകയും, അല്ല അവിടുന്ന് കേട്ട് തള്ളാൻ, ഇവിടുന്ന് ഇപ്പം കാസർഗോഡ് നിങ്ങളാണ് തള്ളൂ, അവിടുന്ന് കേട്ട് തള്ളാൻ ഞാൻ ബോബി ചെമ്മണ്ണൂരിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരൊക്കെയാ തള്ളണ്ടോ? ഇപ്പൊ കേരളത്തിലുള്ള മെയിൻ തള്ളുകാരൊക്കെ ആണെന്നാ പറഞ്ഞിരുന്നത്. ഒക്കെ സഹിക്കാം. എയർ ഇന്ത്യ വിമാനം പൈലറ്റ് ഒന്ന് ഓടിക്കാൻ പറഞ്ഞിട്ട് അല്ല പോയിട്ട് മേഘത്തിന്റെ മുകളിൽ കയറി അതിൽ മേഘരൂപനായി എന്ന് പറയുന്നത്. എല്ലാ സ്കിറ്റും സാഹിബ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒക്കെ നമ്മളെ നാട്ടിൻപുറത്ത് തമാശകളും സാധാരണ നമ്മളെ മറ്റേ ഇലക്ഷന്റെ സ്കിറ്റ് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ പറയാൻ നമ്മുടെ നാളെ ഇലക്ഷന്റെ കണ്ടുണ്ട്. നമ്മളെ നാട്ടിൻപുറത്തുള്ള സാധാരണക്കാർ പറഞ്ഞ് നമ്മളവിടെയും കൂടി ഇരിക്കുന്ന ചായപ്പീടിയാലും സാധാരണ ഇതിലൊക്കെ കലിങ്കിന്റെ മുകളിലൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാർ പറയുന്ന തമാശകളാണ്. അതന്നെയാണ് അതിന്റെ തനിമ, അതന്നെ വേണ്ടത്. അല്ല അതിലൊരു നമ്മുടെ നാട് അതിന്റെ ഈ ഓണത്തിന് ഇരുന്നിട്ട് നമ്മളത് പറയുന്നതിൽ പ്രത്യേകമുണ്ട്. ഓണം ഞാൻ തുടങ്ങുന്ന ഓണത്തിന് ഒരു ഗൃഹാതുരത്വം ഉണ്ടല്ലോ.
ഈ ആഘോഷങ്ങൾക്കൊക്കെ ഉണ്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കാനുള്ള ഒരു വാസന. പഴയ മലയാളക്കരയിലേക്ക് മലയാളി സമൂഹത്തെ കൊണ്ടുപോകുന്ന ആളാണ് ഹരീഷ്. തൻ്റെ ഭാഷ കൊണ്ട്, സംസാരം കൊണ്ട്, ശൈലി കൊണ്ട്, ഈ അഭിനയത്തിലൂടെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ കൊണ്ട്, ആ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടു വളർന്ന നമ്മൾ ഈ എനിക്ക് തോന്നാറുണ്ട് ചോദിക്കാൻ, ഈ സ്വാതന്ത്ര്യ സമര സേന അത് എങ്ങനെയാണ് ആ ഐഡിയ ആദ്യമായി? ഇതെന്താണെന്ന് വെച്ചാൽ ആദ്യം ഇങ്ങനൊരു സംഭവം കുറേ മുന്നേ പിന്നെ നമ്മളെ ഫ്രണ്ട് കലാഭവൻ പ്രദീപ് ലാൽ ഇവരൊക്കെ സ്റ്റേജിൽ നമ്മൾ ഒരു നുണ പറച്ചിൽ മത്സരം, ഈ മത്സരത്തിൻ്റെ അകത്ത് ഒരാൾ വന്നിട്ട് ഒരു സ്വാതന്ത്ര്യ സമര സേന, കാരണം അങ്ങനത്തെ വേഷമോ കാര്യങ്ങളൊന്നുമില്ല, സാധാരണ ഇയാൾ ഇട്ട് വന്ന അതിൽ വന്നിട്ട് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോണേ. അതാണ് ഈ ജാലിയങ്കണാരനായിട്ട് മാറി. എഴുത്ത് പരിപാടിയില്ല, റിഹേഴ്സൽ ചെയ്യുമ്പോൾ എഴുത്ത് പരിപാടി ഇല്ല. റിഹേഴ്സൽ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ വായ എന്തൊക്കെയാണ് വരുന്നത്, നാച്ചുറലായിട്ട് വരുന്ന സാധനങ്ങൾ, അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ സ്റ്റേജിൽ ലൈവ് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റേജിൽ അത് പിന്നെയും വേറെ ലെവലാവും. കാരണം അടുത്ത എന്തെങ്കിലും കൗണ്ടർ പിന്നെയും മറ്റേ ആൾ പറയും, അപ്പോൾ അതിന് മറുപടി പറയും, അപ്പോൾ അത് ഒന്നുകൂടി വലുതാവും. അങ്ങനെയാണ് ഈ സാധനം. അല്ലെ, കണാരനെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് നെഹ്റു വന്നിട്ടേ ജനവാദിലൂടെ നോക്കിയിട്ടേ നെഹ്റുവിനെ അങ്ങനെ മോശമാക്കി വിട്ടത് ശരിയായി. എന്തെങ്കിലും മിമിക്രീനോടൊക്കെ ഉള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ടാവുമല്ലോ സാഹിബിന്റെ കയ്യിൽ, അങ്ങനെ എന്തെങ്കിലും വശമുണ്ടോ? അല്ല, അത് ഞാൻ ഈ പരിപാടികളൊന്നും കാണുന്ന ആളോ ഈ സിനിമ അങ്ങനെ കാണുന്ന ആളോ ശ്രദ്ധിക്കുന്ന ആളൊന്നുമല്ല. സമയമില്ല. എനിക്ക് ഏറ്റവും താല്പര്യം, ഞാൻ ആനന്ദിക്കുന്ന സമയവും ഞാൻ എന്നിലേക്ക് യാത്ര ചെയ്യുന്ന സമയവും ഒക്കെ തന്നെ എൻ്റെ വായനയാണ്. എനിക്ക് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ലൈബ്രറി ഉണ്ട്. പക്ഷേ ചില പ്രത്യേക പരിപാടികൾ ഞാനിങ്ങനെ ആലോചിക്കും. അത് ഞാൻ ഹരീഷിനോടും അരുണിനോടും ഞാനത് പങ്കുവെക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. നർമ്മം പറഞ്ഞ് ഉടനെ തന്നെ അതൊരു അസഭ്യമായതിലേക്ക് പോവാം. വല്ലാത്തൊരു കഷ്ടമാണ്. ആസ്വദിക്കാൻ പറ്റുന്ന അശ്ലീലമല്ലാത്ത സഭ്യേതരമായ ചില അതൊക്കെ ആവാം. അത് ഒരർത്ഥമൊക്കെ ആലോചിച്ചിട്ടൊക്കെ ആസ്വദിക്കും. ഇത് അങ്ങനെയല്ലാതെ പച്ചക്ക് അശ്ലീലം പറയാം, പച്ചക്ക് പറയാത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ അഡ്മയർ ചെയ്യുമ്പോഴാണ് നമ്മളതിന് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക. എനിക്ക് വളരെ ബന്ധമുണ്ടായിരുന്നതാണ് പ്രേം നസീറിനെ. ഞാനിപ്പോഴും ഓർക്കും, അന്ന് രാവിലെ പ്രേം നസീറിന് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ കൊച്ചി ആലുവ അടുത്തായിരുന്നു. അത് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പിയപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ പത്നിയോട് അദ്ദേഹം പറഞ്ഞു, പ്രമേഹമുണ്ട്, അല്പം മതി. ഈ പ്രമേഹം നാം ശ്രദ്ധിച്ചാൽ പൂച്ചക്കുട്ടിയെ പോലെ മടിയിൽ വന്നിരിക്കും, ശ്രദ്ധിച്ചില്ലെങ്കിൽ പുലിയെ പോലെ നമ്മെ ചാടിപ്പിടിക്കും. അപ്പോൾ നമ്മളൊരു മിമിക്രി കാണിക്കാൻ വേണ്ടി പറയാം, അത് നൈസായിട്ട് അതിലേക്ക് തന്നെ എത്തി. അപ്പോൾ ഈ രാമനാട്ര ഒരു പൊതുയോഗം നടക്കുകയാണ്, തെരഞ്ഞെടുപ്പ് യോഗമാണ് UDFൻ്റെ. ഞാനാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നസീർ വരുന്നവരെ പുലർകാലം ഏകദേശം 5 മണിയോടെ കാസർഗോഡ് നിന്ന് പുറപ്പെട്ടിട്ട് നസീർ വരികയാണ്. ആളുകൾ അങ്ങനെ നിൽക്കുകയാണ്. അന്ന് ഇന്നത്തെ മാതിരി തള്ളല്ല ഹരീഷേ, അതുണ്ടായതാണ്. കയറി വരുമ്പോൾ ഞാനാ പ്രസംഗിക്കുന്നത്. അപ്പം എന്നോട് കണ്ടപ്പോൾ, പ്രസംഗിച്ച് തളർന്നുവല്ലേ, നാം പലപ്പോഴും ഇരുട്ടത്ത് കണ്ടവരാണ്, വെട്ടത്ത് കാണാമെന്ന് വെച്ച് ഞാനിങ്ങ് പുറപ്പെട്ടതാണ്. ആദ്യത്തെ വാചകം കൊണ്ട് ജനങ്ങളങ്ങ് തിയേറ്ററിൽ ഇരുട്ടിൽ പഴയ ടാക്കീസല്ലേ, രസികൻ മനുഷ്യനായിരുന്നു. ഈ നർമ്മവും കോഴിക്കോടും തമ്മിൽ ഒരു പ്രത്യേക അല്ലേ, ഒരു ലാളിത്തില്ലേ നമ്മൾ പറയുമ്പോൾ, വളച്ചേട്ടില്ല, ഒന്നുമില്ല, നേരെ ചൊവ്വേ, സിമ്പിളായിട്ട് പറയാം. അത് ഒപ്പിക്കലില്ല, അതിൽ കുറേ അച്ചടി ഭാഷ ഒന്നുമില്ല, കൃത്രിമത്വം ഒട്ടുമില്ല, തീരെ ഇല്ല. ഹരീഷേട്ടൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആ ടീമിന്റെ ഒക്കെ നാച്ചുറൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു വെക്കുകയാണല്ലോ. അതിന് വേറെ ഭയങ്കരമായിട്ട് ഒരു ചിലർ ഓവർ എക്സ്പ്രഷനോ പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സാധാരണ നമ്മൾ വർത്തമാനം പറയും പോലെയാണ് നമ്മൾ കോമഡിയും ചെയ്യുന്നത്. അതാണ് അതിൻ്റെ. സ്ത്രീ കഥാപാത്രങ്ങളും അവതരിപ്പിക്കാറുണ്ടല്ലോ. നമ്മളെ കൈരളിയിൽ ഒരു പരിപാടി പ്രവാസ ലോകം, അതിനകത്തൊരു താത്തയായിട്ട് ഞാനങ്ങോട്ട് വരുമ്പോൾ പലരും എന്നോട് ചോദിച്ചാ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കണാരനും സാഹിബും, പക്ഷെ അതൊരു ഒന്നൊന്നര കോമ്പോ തന്നെയാണ്. അതാണ് ഭയങ്കര കോമ്പോ. എനിക്ക് ഇങ്ങനെ കേട്ടിരുന്നാൽ മതി. നമ്മൾ കുറെ ആയിട്ട് ഇന്റർവ്യൂ ഓണത്തിനും വിഷുവിനൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്.
അപ്പൊ ഈ പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു വെറൈറ്റി ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ സന്തോഷത്തിനപ്പുറത്ത് MT പറയുന്ന ത്രില്ലുണ്ട്. MT ഉപയോഗിക്കണം, അതിൽ ത്രില്ലുണ്ട്. സാഹിബിന്റെ നമ്മളെ പിന്നെ അഷ്റഫ് പൊന്നാനി എന്ന് പറഞ്ഞിട്ട് പൊന്നാനിയുള്ളൊരു നമ്മളെ ഫ്രണ്ട് ഉണ്ട്, മിമിക്രി ആർട്ടിസ്റ്റാണ്, കലാഭവനാണ്. അന്ന് സാഹിബിന് ഈ അഷ്റഫ് പൊന്നാനി അനുകരിക്കും. അന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അന്ന് സാഹിബ് പറഞ്ഞ ഒരു ഡയലോഗ്, കരുണയാണ് പ്രധാനം, കരുണ തന്നെയാണ് പ്രധാനം, ആ ഒരു ഇത്. അപ്പൊ അന്നേ ഞാൻ കാണണല്ലോ, നേരിട്ട് പരിചയപ്പെടണല്ലോ എന്നുള്ളേ. അപ്പൊ അന്നും ഈ ഇങ്ങനെ 2 ഡയലോഗ് സ്റ്റേജിൽ പറയുമ്പോഴേക്കും ഭയങ്കര കയ്യടിയാണ്. നമ്മുടെ കാലഘട്ടത്തിന് ഒരു പിരിമുറുക്കുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടുന്നൊരു സമൂഹമാണ് കേരളീയ സമൂഹം. വിഷാദരോഗം 2030 വരുമ്പോഴേക്ക് കേരളത്തിൽ ഹൃദ്രോഗികളെക്കാൾ കൂടുതൽ വിഷാദരോഗികൾ ഉണ്ടാവുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചില ചാനലുകൾ വേണം. മനസ്സിന് ചില അത് കല, സാഹിത്യം, മതം, ആത്മീയത, രാഷ്ട്രീയം പോലും. കേരളത്തെ സംബന്ധിച്ച് അത്തരത്തിലുള്ള 2 ചാനലുകളാണ് നിങ്ങൾ രണ്ടുപേരും. ഒരു സാഹിബിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഞാനും യൂട്യൂബിലൊക്കെ പണ്ട് ഇങ്ങനെ കേൾക്കുമായിരുന്നു, അമ്മയെ കുറിച്ചുള്ള പ്രസംഗം. ഞാൻ 10ാം ക്ലാസ്സിൽ +1 പഠിക്കുന്ന സമയത്ത് അത് നമുക്ക് അത്രയും ടച്ചിങ് ആണ്. ഏതൊരു കുട്ടിക്കോ ഒരേ പ്രായം, മോഹൻലാൽ പോലും അന്ന് ഇങ്ങനെ കണ്ണ് നനയുന്നുണ്ട് സ്റ്റേജിൽ ഇരുന്നിട്ട്, കണ്ണ് തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഏത് കുട്ടികൾക്കായിക്കോട്ടെ വലിയ ആൾക്കാർക്ക് ടച്ചിങ്. അതേപോലെ കണാരന്റെ ഈ നാച്ചുറൽ തള്ളുകൾ കേട്ടിട്ട് എൻ്റെ അച്ഛനൊക്കെ അത് ഭയങ്കര ആസ്വദിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമാണോ. അതെന്താ പറയാ, കുറെ ആൾക്കാർക്ക് എനിക്ക് ഇത്രയും പ്രായമുള്ള ആളാണ് അതാണ് ഇത്രയും പ്രായം, നിങ്ങൾ ചെറുപ്പക്കാരനാണോ ഇതിനോട്? അല്ല, പക്ഷെ അത് അസാധ്യട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ ഹരീഷ്. ഒരു വൃദ്ധന്റെ ഭാവങ്ങൾ. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വൃദ്ധനെ അവതരിപ്പിക്കുമ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പാടുപെടേണ്ടി വരും. നിങ്ങൾ വളരെ അതങ്ങ് നിങ്ങളങ്ങ് വയസ്സനായിരിക്കുകയാണ്. ഈ മിമിക്രീൻ്റെ പിന്നാലെ 200, 300, 100, 150 ഉറുപ്പ്യക്ക് ഇതിൻ്റെ പിന്നാലെ നടന്ന് വടകരയും പേരാമ്പ്രയും ഒക്കെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പുതിയ സ്റ്റാൻഡ് വന്നിട്ട് അവിടെ 2 മണിക്കോ 3 മണിക്കോ എത്തും. അവിടെ രാവിലെ നേരം വെളുക്കുന്നവരെ അവിടെ ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ട് വീട്ടിലേക്ക് പെരുമണ്ണയ്ക്കുള്ള ഫസ്റ്റ് ബസ്സിന് കയറിയിട്ട് വേണം പോകാൻ. എന്നാലോ വീട്ടിൽ നിന്ന് പറയും നമുക്ക് വേറെ എന്തെങ്കിലും പണി നോക്ക്, നാട്ടുകാരൊക്കെ പറയും എന്തെങ്കിലും പരിപാടി ഇങ്ങനെ മിമിക്രി ആയിട്ട് നടന്നിട്ട് എന്താ കാര്യം. ഇപ്പോൾ ഉള്ള ആൾക്കാർ ഒരു റിയാലിറ്റി ഷോയിൽ വന്ന് അടുത്ത സിനിമയിൽ വന്ന് പെട്ടെന്നാണ് പരിപാടികൾ. അന്ന് നമ്മൾ ഇത്രയും അനുഭവിച്ചിട്ടാണ് ഒരു ചാൻസ് കിട്ടിയ സിനിമയിൽ വന്നത്. അതൊരു പാഷൻ തന്നെയല്ലേ? ഒരു പാഷൻ തന്നെയാണ്, ഒരു അർപ്പണം. ഇതെല്ലാം കൂടി ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ലായിരുന്നു. അത് ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കണം, ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട്, ജന്മസിദ്ധമാണ്. ഇപ്പം ഞാൻ നേരത്തെ ആ വൃദ്ധനെ പറ്റി പറഞ്ഞപ്പോൾ ആ വൃദ്ധന്റെ കാലുണ്ടല്ലോ, ആ വെപ്പ്, ആ ശൈലി നോട്ട് ചെയ്തിട്ടുണ്ട്. വലിയ ഫാൻ തന്നെയാ സാഹിബ്. പക്ഷെ ഇങ്ങനെ ഒരു ഫാനാണ്, അധികം ആർക്കും അറിയാത്ത കാര്യം. ഒരു വൃദ്ധന്റെ കാല മുണ്ടെടുക്കുമ്പോ മുണ്ടധികം താഴാതെ, മുണ്ടധികം പ്രായ ആൾക്കാർ മുണ്ട് അധികം താഴ്ത്തൂല അല്ലേ? സാഹിബിന്റെ ഒക്കെ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ ചെറിയ പരിസരത്തൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പറയണ്ടോ, ഈ വിടൽ എന്നുള്ള വാക്ക് തന്നെ ഒരു മലപ്പുറമാണോ കോഴിക്കോട്ടാന്ന് എനിക്കൊന്ന് മലപ്പുറത്തായിരിക്കും. വിടലിന്റെ ആളാണ്, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും. പറയണ്ടോ, അവരൊന്നും കണ്ടിട്ടുണ്ടാവില്ല, ആ വഴിക്ക് പോയിട്ടുണ്ടാവില്ല. പക്ഷേ അവര് വളരെ രസമുള്ള ആളുകളായിരിക്കും. അവര് രസികന്മാരാണ്. അവര് പറഞ്ഞിട്ട് അവര് ചെയ്യാത്തതൊക്കെ പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് രസിക്കുന്നു. കേൾക്കുന്നവർ ഇരിക്കുന്നുണ്ടല്ലോ കണാരൻ. അതിൽ ആരെങ്കിലും അക്ഷമ കാണിക്കുമ്പോൾ അതിൽ കണാരൻ അസ്വസ്ഥനാവുമല്ലോ. അത് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു വിടലടിക്കുന്ന കണ്ടില്ലേ? പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് അതിൻ്റെ അകത്ത് പിന്നെ അങ്ങനെ ഞാൻ മഞ്ഞുമലേന്റെ മുകളിൽ നിന്ന് മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം ഇങ്ങനെ വടിമാരിയാവുക. എന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കണം. അത് പട്ടാളക്കാരൊരു വിടലിന്റെ അച്ഛൻ പറഞ്ഞ ഒരു ഇതാണ്. അച്ഛൻ പറഞ്ഞു തന്നൊരു പണ്ടേത്തൊരു കഥയാണ്. അതിലൂടെ ഒരുതരം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചുള്ളൊരു ബോധം അറിയാതെ പരക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അകം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഈ അകത്തിലേക്ക് തന്നെയല്ലേ ഓണം ക്ഷണിക്കുന്നത്. അതാണ് ഓണത്തിന്റെ ഒരു സന്ദേശം അല്ലേ? പൂമരം പൂത്ത വഴിയിലൂടെ മാമരച്ചാർത്തിനിടയിലൂടെ ഓർമ്മ തന്നോടെ കുഴലൂതി വന്ന് ഓണനിലാവ് ചിരിച്ചു വന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ ഈ ഓണം ഈ ഓണത്തിന് പ്രകൃതിയുമായിട്ടൊരു വല്ലാത്ത നെട്ടുപാടില്ല. ആ സമയത്ത് കറക്റ്റ് പൂക്കളുണ്ടാകുന്നത് ഭയങ്കരമായില്ലേ? ഇപ്പൊ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കണ്ട് ഈ വെയില്
ഇത് ഈ ചിങ്ങമാസത്തിലെ ഈ ഈ സമയത്ത് ഒരു വെയിൽ, ഒരു സുഖമുള്ളൊരു വെയിൽ, സുഖമുള്ള വെയില്. മഴ പെയ്യാണെങ്കിൽ ചിന്നി സാഹിബ് എന്നോട് ചോദിച്ചേ ഹരീഷ് എറണാകുളത്തേക്ക് ഒന്നും മാറിയില്ലേന്ന്. നാട്ടിൽ നിൽക്കുന്നതിൻ്റെ ഒരു സുഖം ഇനി വേറെ എവിടെ പോയി നിന്നാലും നമുക്ക് കിട്ടൂല. കിട്ടുമോ? ഇല്ല, ഒട്ടുമില്ല. ഞാൻ കുറേ നാട്ടുമ്പുറ നമ്മളെ മലിയതും ഒക്കെ ഉണ്ട്. വൈകുന്നേരം വരെയും കൂട്ടി പൂവൊക്കെ പൂ പറിക്കാൻ വേണ്ടി പോകും. മക്കൾക്ക് ഒരു അനുഭവം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് പറിക്കാൻ വേണ്ടി പോവുക. അത് രസമല്ലേ? കാരണം ഈ ഒരു 10 ദിവസമല്ലേ ആ ഒരു ഇത്, കൊല്ലത്തിലൊരു ദിവസം വരുന്ന ആ 10 ദിവസം ഇങ്ങനെ പോണ്. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരം നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരാമോ പൈങ്കിളിയെ പെണ്ണാളെ, ആര്യൻ നെല്ല് വിളഞ്ഞാല് അമ്മ വിരുന്നിന് പോയാല്, ആടിപ്പാടാൻ പോരാമോ പൈങ്കിളിയെ പെണ്ണാളെ. പാട്ടിൽ ആ ഓർമ്മ കണക്ട് ചെയ്ത് തന്നെ വരിക. രണ്ടുപേരും നമ്മളെ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ട്. ഓണം എന്ന് പറയുന്ന ആ ഗൃഹാതുരത്വം തുടങ്ങിയടുത്ത് തന്നെ നമ്മൾ നിർത്തുന്നല്ലേ? അവിടെ തന്നെ ഗൃഹാതുരത്വം വേണം, ഗൃഹാതുരത്വം വേണം. പിന്നോട്ട് തിരിഞ്ഞു നോക്കണം. ഈ ഹരീഷ് കണാരനല്ലേ പറയുന്ന പേര്? അത് ചിലരിനോട് ചോദിക്കുന്നത് അച്ഛൻ്റെ പേരാണോ? പക്ഷേ ഈ ഇത് സംഭവം ഞാൻ മരുഭൂമിയിലാണെന്ന് പറഞ്ഞ ബിജു മേനോൻ്റെ സിനിമ ചെയ്യുന്ന സമയത്ത്, അപ്പം അന്ന് വരെ ഹരീഷ് പെരുമണ്ണയാണ്. പെരുമണ്ണ സിനിമയിലൊക്കെ ഹരീഷ് പെരുമണ്ണ. അത് ബിജു ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞ്, ഹരീഷ് എനിക്ക് ഒരു ഭാഗ്യം കൊണ്ടുവന്നൊരു ക്യാരക്ടറല്ലേ ഈ കണാരൻ. അപ്പം അതിൻ്റെ കൂടുതൽ ഹരീഷ് കണാരൻ. അപ്പം അന്ന് മുതൽ മറ്റേ വാഴൂർ ജോസ് ഏട്ടല്ലേ, വാഴൂർ ജോസാണല്ലോ മറ്റേ എഴുത്ത്, ബിജുവേട്ടൻ പറഞ്ഞു കൊടുക്കുക ഹരീഷ് കണാരൻ എഴുതി ഈ പടം മുതൽ. അങ്ങനെയാണ് ഹരീഷ് കണാരൻ. കണാരൻ സ്റ്റൈലിൽ തന്നെ ഒരു ഓണാശംസ കൊടുത്തോളി. അല്ല, ഓണത്തിനെ പറ്റി പറയുമ്പോൾ ഓണത്തിൻ്റെ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി, ഞാൻ, ഗാന്ധിജി, വല്ലഭായി, മോത്തിലാലി, തിലക, ഞങ്ങളൊരുവിധം എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഈ 10 ദിവസം പൂ പറിക്കാൻ പോകുന്നത്. ഞങ്ങളെല്ലാവരും കൂടി പൂവൊക്കെ പറിച്ച 10 ദിവസം ഞങ്ങൾ അന്ന് സ്വാതന്ത്ര്യ സമയത്തിലൊന്നും പങ്കെടുക്കും. അന്ന് ലീവാ 10 ദിവസം. ഓണത്തിൻ്റെ ആ സമയത്ത് ഞങ്ങൾ ലീവാക്കില്ല, സ്കൂളൊക്കെ പൂട്ടല്ല അതേമാതിരിയുള്ള. അങ്ങനെ അവസാന ദിവസം മൂപ്പര് വന്നിട്ട്, മറ്റേ മൂപ്പര് വരുമല്ലോ, മാവേലി കണ്ടുണ്ടോന്നോ, ഞങ്ങൾ അമ്മായിരത്തെ കമ്പനിയാണല്ലോ. മൂപ്പര് വന്ന് ഞങ്ങൾ എല്ലാരും കൂടി ഒരു സദ്യ ഉണ്ട്. ശരിക്കും എന്തൊക്കെയാ സദ്യയില് അന്ന് മൂപ്പര് പാതാളത്തുനിന്ന് ഒരു പ്രത്യേക ഇങ്ങോട്ട് കൊണ്ടുവരാണ്ട്. യവിയിൽ എന്ന് പറഞ്ഞ സാധനമില്ലേ, അത് മൂപ്പര് പാതാളത്തുനിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് പിന്നെ അങ്ങനെ അതിന്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞാനാണ് ഈ അവിയൽ കണ്ടുപിടിച്ചത്. അപ്പൊ മാതൃഭൂമിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഓണാശംസകളടോ.